അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനന്തവിശാലവും അതിമഹത്തരവുമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാനുദ്ദേശിക്കുന്ന നിർണയിച്ചിട്ടുള്ള മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ദുന്യവിയായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയും അതിൽ ക്ഷമ അവലംബിക്കുകയും സഹനം കൈവരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തികമായ തകർച്ചകൾ കൊണ്ടും മാനസികമായ പിരിമുറുക്കങ്ങളും ആശങ്കകൾ കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചെന്നു വരാം. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇന്നിൻ്റെ ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ ഒരൽപ്പം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അല്പം വിഷം വാങ്ങിക്കഴിച്ച് തൻ്റെ ജീവിതത്തെ ഒടുക്കിക്കളയുക. ഇങ്ങനത്തെ വളരെ നിസ്സാരകരമായ എന്നാൽ വിശുദ്ധ ഇസ്ലാമിൽ അങ്ങേയറ്റം ഗുരുതരമായ അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളിലേക്കുമാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ, വിശ്വാസിയായ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അയാളുടെ ജീവിതത്തിൽ നന്മകൾ രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയാണ് എങ്കിൽ ആ പരീക്ഷണത്തെ തൊട്ട് അങ്ങേയറ്റം ക്ഷമ കൈവരിക്കുകയും ജീവിതത്തിൽ സഹനം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം എത്ര വലിയ കൃത്യതയോടുകൂടിയാണ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും അതിനെ അതിജയിക്കാനും കഴിയാത്ത രൂപത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, സാമ്പത്തികമായ അതീവ തകർച്ചയുണ്ടാക്കുന്ന വിഷയങ്ങൾ, ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യങ്ങൾ എടുത്തു മാറ്റുന്ന സാഹചര്യം, അല്ലെങ്കിൽ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനസ്സിന് സ്വീകരിക്കാനും മനസ്സിന് രക്ഷപ്പെടാനും കഴിയാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ, പിരിമുറുക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരികയും ചെയ്തു എന്ന് വിചാരിക്കുക. നാം ഒരിക്കലും സഹോദരങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഇന്നിൻ്റെ ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, ജീവിതത്തിൽ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ സാമ്പത്തികമായ തകർച്ചകളോ അല്ലെങ്കിൽ രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും മനുഷ്യരാകുന്ന നമ്മിൽപ്പെട്ട പല ആളുകളും സ്വീകരിക്കുന്ന എളുപ്പമായ മാർഗവും, എന്നാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഗുരുതരമായ അബദ്ധവും തെറ്റും, അങ്ങേയറ്റത്തെ കഠിനമായ നരകശിക്ഷകൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്ന മഹാപാതകമായ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, മരണത്തെ ആഗ്രഹിക്കുന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുകയും അവനുദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ അവനെ പരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസികളായ ആരും തന്നെ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? അൻ ഉമ്മിൽ ഫദ്ലി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈഹിം വ അബ്ബാസുൻ അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഷ്തഖി തമന്ന അബ്ബാസുൽ മൗത فقال له رسول الله صلى الله عليه وسلم يا عم رسول الله لا تتمنى الموت فإن تكن محسنا فإن توخر تزدد إحسانا إلى إحسانك خيرا لك وإن تكن مسيئا فإن توخر فتستعتب من إساءتك فلا تتمنى الموت. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൃത്യമായിട്ടാണ് തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. മുൻകഴിഞ്ഞു പോയിട്ടുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കഠിനമായ അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള ഒരിക്കലും അതിജയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളും മറ്റു ഇതര കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒന്നും തന്നെ അവർ മരണത്തെ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് ആ പരീക്ഷണത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഅ്ശറാ സന്നിധിയിൽ രക്ഷ ലഭിക്കണമെന്ന പ്രതീക്ഷയോടുകൂടി അതിനെ അതിജയിക്കാനും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനുമുള്ള മാർഗങ്ങൾ, കർമ്മങ്ങൾ, നന്മകൾ അന്വേഷിക്കുകയായിരുന്നു മുൻകഴിഞ്ഞ ആളുകൾ മുഴുവനും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ അബ്ബാസ് ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. തൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ ഗുരുതരമായ വേദനാജനകമായ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്ന പ്രവാചകൻ. ആ ഒരു സമയത്ത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമാറ് ഇപ്രകാരം പറയുകയാണ്: ഞാനന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലയോ പിതൃവ്യ, താങ്കൾ ഒരിക്കലും തന്നെ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്നാണ്. അദ്ദേഹത്തോട് മാത്രമല്ല പ്രവാചകൻ പറയുന്നത്, ഈ ഹദീസ് വായിക്കുന്ന, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനോടും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലയോ പിതൃവ്യ, താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ അങ്കലാപ്പുകളോ സാമ്പത്തികമായ തകർച്ചകളോ രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങളോ മാനസികമായ വ്യഥകളോ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിലും തന്നെ താങ്കൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്ന് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ കൃത്യതയോടുകൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ? താങ്കൾ
ഒരു സൽക്കർമ്മം, അങ്ങേയറ്റം നന്മകൾ പ്രവർത്തിക്കുന്ന അമൽ സ്വാലിഹാത്തുകളും ഇബാദാത്തുകളും വർദ്ധിപ്പിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ താങ്കൾക്ക് ഇനിയും സാവകാശം ലഭിക്കുന്നത് അങ്ങയുടെ ജീവിതത്തിലേക്ക്, നന്മകളിലേക്ക് ഇനിയും നന്മകൾ അധികരിപ്പിക്കാൻ അവസരം കിട്ടുകയാണ്. അതായത് നമ്മൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇബാദാത്തുകൾ കൃത്യതയോടുകൂടി അനുഷ്ഠിക്കുന്നുണ്ട്, ജീവിതത്തിലുടനീളം ദിക്ർ, ദുആ, സ്വലാത്തുകൾ, സ്വദഖാത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ആ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് രോഗം കൊണ്ടോ സാമ്പത്തികമായ തകർച്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായ ടെൻഷനുകൾ കൊണ്ടോ പരീക്ഷിക്കുന്നത്. ആ സമയത്ത് അയാൾ എളുപ്പമായ മാർഗം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്നെ പെട്ടെന്ന് മരിപ്പിക്കണേ എന്ന് അയാൾ പറയുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പെട്ടെന്ന് മരിപ്പിച്ചാലോ പിന്നീട് അയാൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരമുണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവ്യനോടും പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? താങ്കൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. താങ്കൾക്ക് ഇനിയും സാവകാശം ലഭിക്കുന്നത് അങ്ങയുടെ നന്മകളിലേക്ക് ഇനിയും നന്മകൾ കൂട്ടി വർദ്ധിപ്പിക്കുവാനുള്ള, അധികരിപ്പിക്കാനുള്ള അവസരമുണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും താങ്കൾ എന്ത് ചെയ്യാൻ പാടില്ല? മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. എന്നതിനാലാണ് താങ്കൾക്ക് നന്മയുള്ളത്. ഇനി താങ്കളൊരു തെറ്റുകാരനാണ് എങ്കിൽ, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇനി അങ്ങ് അബ്ബാസെ, താങ്കളെ ഇനി എന്തെങ്കിലും രൂപത്തിൽ തെറ്റുകൾ ബാധിച്ചു, അബദ്ധങ്ങളും പാപങ്ങളും വന്നുപെട്ടു, അങ്ങനെ വന്നുപെട്ടുകൊണ്ടാണ് താങ്കൾ മരണത്തെ ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കളത് വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അബദ്ധമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗത്തിൽ നിന്നും അങ്ങേക്ക് മുക്തി നൽകി, ക്ഷമനം നൽകി. അങ്ങനെ രോഗശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് എങ്കിൽ, ഒപ്പം തന്നെ നിങ്ങൾ തെറ്റുകാരനായിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ തെറ്റിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാനും ആ തെറ്റുകളെ തിരിച്ചറിയാനും എന്നിട്ട് ആ തെറ്റുകൾക്ക് പകരം അങ്ങയുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുവാനും, ചെയ്തു പോയ അബദ്ധങ്ങളെ, തെറ്റുകുറ്റങ്ങളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിലൂടെ പാപമോചനം നേടാനും ഒരു അവസരം അങ്ങേക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സാവകാശം താങ്കൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മരണത്തെ ആഗ്രഹിച്ച അല്ലാഹു എങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്ക് മരണത്തെ ഇട്ടു തന്നാലോ സഹോദരങ്ങളെ, നമ്മൾ നന്മകൾ പ്രവർത്തിക്കുന്ന മനുഷ്യരായിരുന്നുവെങ്കിൽ, ആളുകളായിരുന്നുവെങ്കിൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തിരുന്ന വ്യക്തിയാണ് എങ്കിൽ, ആ മരണത്തെ ആഗ്രഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്ന അടിസ്ഥാനത്തിൽ നമ്മെ അവങ്കിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്താലോ, ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ പൊരുത്തപ്പെടാനും പശ്ചാത്തപിച്ച് മടങ്ങാനും ഇസ്തിഗ്ഫാറിനുമുള്ള ഒരവസരം ലഭിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ ഒരിക്കലും തന്നെ രോഗം നൽകപ്പെട്ടതിൻ്റെ പേരിൽ, രോഗിയായി എന്നതിൻ്റെ പേരിൽ മരണത്തെ ആഗ്രഹിക്കരുത്. എന്തുകൊണ്ട്? നന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇനിയും അല്ലാഹു ആയുസ് നീട്ടിത്തരികയും ഈ രോഗത്തിൽ നിന്നും താങ്കളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നന്മകൾ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ട് താങ്കളുടെ മുമ്പിൽ. ഇനി അതുമല്ല, താങ്കളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട്, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് താങ്കളെങ്കിൽ അതിൽ നിന്നും മോചനം നേടാനും അതിന് പകരം നന്മകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുവാനും, സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
തൗബ ചെയ്ത് മടങ്ങുവാനും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളൊരിക്കലും മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഇൻ കാന വലാ ബുദ്ദ ഫാഇലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തി ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്ത് ഖൈറൻ ലീ. മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കുക എന്നത് അനിവാര്യമായി വന്നാൽ ഒരിക്കലും ഒരു രക്ഷയില്ല. നമ്മുടെ രോഗം കൊണ്ട്, സാമ്പത്തികമായ തകർച്ചകൾ കൊണ്ട്, മാനസികമായ ആശങ്കകളും കുഴപ്പങ്ങളും ടെൻഷനും കൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ മുമ്പിലുള്ള ഏക മാർഗം മരണം മാത്രമാണ് എന്നൊരാൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷെ അപ്പോഴും അള്ളാഹുവേ നീ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്, പറയരുത്. മറിച്ച് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൃത്യതയോടുകൂടിയാണ് സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ മരണമല്ലാത്ത ഒന്നും നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹമായി വരുന്നില്ല എങ്കിൽ അത് മരണത്തെ ആഗ്രഹിച്ചേ പറ്റൂ, നിർബന്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരായ ആളുകൾ ഇപ്രകാരം പറഞ്ഞുകൊള്ളട്ടെ, അള്ളാഹുവേ ഞാൻ ജീവിച്ചിരിക്കുന്നതിലാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ, ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെയാണത്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. വ്യത്യസ്തങ്ങളായ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, മരണത്തെ കൺമുമ്പിൽ കാണുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. എന്താണ്? അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് നല്ലതെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഇനി അതല്ല, എൻ്റെ മരണത്തോടുകൂടി എനിക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ സാധിക്കുമെന്ന്, മരണമാണ് എനിക്ക് ഉത്തമമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായി പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുണ്ടാകും, അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, ഹൂദ് നബിയും സ്വാലിഹ് നബിയും മൂസാ നബിയും ഈസാ നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും, അങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാർ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ യഹിയ നബി അലൈഹിസ്സലാം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ജീവിത ത്യാഗനിർഭരമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞാനും നിങ്ങളും ചരിത്ര പാഠങ്ങളിലും ഇസ്ലാമികമായ അധ്യാപനങ്ങളിലും പഠിക്കുകയും വായിച്ചറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരല്ലേ നമ്മൾ ഓരോരുത്തരും. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ തകർച്ചയുണ്ടാകുമ്പോൾ മരണത്തെ ആഗ്രഹിക്കുക, ആത്മഹത്യ ചെയ്യുക? ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമായിട്ടുള്ള വിഷയമല്ലത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി തവക്കൽ ചെയ്യുക. എല്ലാം നിർണയിക്കുന്നവനും എല്ലാം നൽകുന്നവനും എല്ലാത്തിനും പരിഹാരം കാണുന്നവനും നമ്മെ രക്ഷപ്പെടുത്തുന്നതും നമുക്ക് ആവശ്യമായ നന്മകൾ ഇട്ടുതരുന്നതും നമ്മുടെ ജീവിതത്തിൽ തുച്ഛമോ വലുതോ ആയ അനുഗ്രഹങ്ങളും റഹ്മത്തുകളും ഇറക്കുന്നത് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് ആ പടച്ച തമ്പുരാനിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രാർത്ഥനാ നിർഭരമായിരിക്കണം. അമലുസ്വാലിഹാത്തുകളുടെയും ഇബാദാത്തുകളുടെയും ദിക്ർ, ദുആ, സ്വലാത്തുകളുടെയും സ്വദഖാത്തുകളുടെയും വർധനവ് കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിശ്വാസികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശബന്ധുക്കളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവരുടെയും കർമ്മങ്ങളും നിയ്യത്തുകളും
മബ്റൂറും മക്ബൂലുമായി നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം പരത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വസത്തുൽ ജന്നയിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു പ്രദേശത്ത് ദീനിൻ്റെ പഠനത്തിന് വേണ്ടി, ആദർശത്തിൻ്റെ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി, നന്മയിലൂടെ ജനങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്മനസ്സുള്ള ഒട്ടനവധി സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ അമലുസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും ദിക്ർ, ദുആ, സ്വലാത്തുകളും സ്വദഖാത്തുകളും നിൻ്റെ പക്കൽ വിചാരണയുടെ എളുപ്പമാകുന്ന വിഭവങ്ങളായി മബ്റൂറും മക്ബൂലുമായി നീ സ്വീകരിക്കണേ റബ്ബേ. ആരാലും സഹായിക്കാനില്ലാത്ത മഹ്ശറാസന്നിധിയിൽ അർശിൻ്റെ തണൽ അവർക്ക് ഇട്ടുകൊടുക്കണേ റബ്ബേ. ഹൗളർ കൗസറിൽ നിന്നും വെള്ളം കുടിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വസത്തുൽ ജന്നയിൽ അവരെ പ്രവേശിപ്പിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും ചൊരിഞ്ഞു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും നന്മക്കും ക്ഷേമത്തിനും ആശ്വാസത്തിനും സമാധാനം പ്രദാനം ചെയ്യുന്നതിനും സഹായഹസ്തങ്ങൾ നീട്ടുന്നതിനു വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായഹസ്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സ്വതക്കാത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സന്മനസ്സുള്ള ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ എല്ലാ നിലക്കുമുള്ള അമലുസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും ദിക്ർ, ദുആ, സ്വലാത്തുകളും സ്വദഖാത്തുകളും നീ മബ്റൂറും മക്ബൂലുമായി സ്വീകരിച്ച് ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ചാൻമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റ് വിയർപ്പിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹ്ശറാസന്നിധിയിൽ അവരെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. നിൻ്റെ ഹൗളർ കൗസറിൻ്റെ വെള്ളം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് കുടിക്കുവാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വദഖാത്തുകളുടെ പ്രതിഫലമായി ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുക്കി വച്ചിരിക്കുന്ന ബാബ് സ്വദഖയിലൂടെ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാവിധ സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ പരീക്ഷണങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് എളുപ്പവും ആശ്വാസവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വസത്തുൽ ജന്നയിൽ അവരെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, രാവും പകലും വ്യത്യാസമില്ലാതെ നിൻ്റെ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിയ്യത്ത് വെച്ചിരിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, ആദർശബന്ധുക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിയ്യത്തുകളും അധ്വാനങ്ങളും പരിശ്രമങ്ങളും മബ്റൂറും മക്ബൂലുമായ വിഭവങ്ങളായി പരലോക ജീവിതത്തിൽ നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ വിചാരണകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അവരെ നീ നരകത്തിൻ്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ആനന്ദ അനുഭൂതികൾ നിറച്ചു വെച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിപ്പിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇഹലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പരീക്ഷണങ്ങളിലും, വേദനകളിലും, ബുദ്ധിമുട്ടുകളിലും, പരിഹാസങ്ങളിലും, കുത്തുവാക്കുകളിലും ക്ഷമ അവലംബിക്കുവാനും, സഹനം കൈവരിക്കുവാനും, ഈമാനോടുകൂടി ജീവിക്കുവാനും, ആദർശ കടുകുമണിയോളം വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുവാനുമുള്ള ആയുസ്സും ആരോഗ്യവും ശക്തിയും കഴിവും സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്ത് നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.